ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു മല്ലു ഫാമിലി. എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളത്തിൽ ഏറ്റവും അധികം ജനസമ്മതി ആർജിച്ച ഫാമിലി ചാനലുകളിൽ ഒന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്ലൈമാക്സ് ആയിട്ട് വന്നിട്ടുള്ളത് അവരുടെ സഹോദരിയുടെ വിവാഹമാണ്. സഹോദരിയുടെ വിവാഹാനന്തരം അവർക്കൊരു 2.0 ചാനലായിട്ട് മാറി. അങ്ങനെ മല്ലു ഫാമിലിയുടെ ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഗ്രോത്തിൻ്റെ ഗ്രാഫ് പതുക്കെ പതുക്കെ താഴാൻ തുടങ്ങി. ആ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗത്തു നിന്ന് അത്രമാത്രം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും അതേ ലെവലിൽ അതിൻ്റെ ഗ്രാഫ് തുടർന്നു കൊണ്ടുപോകുള്ളൂ. സ്വാഭാവികമായിട്ട് എല്ലാത്തിൻ്റെയും വളർച്ച കഴിയുമ്പോൾ ഒരു മുരടിപ്പ് എന്ന് പറയുന്ന പോലെ ഒരു ഗ്രാഫിൻ്റെ ഒരു താഴോട്ടുള്ള പോക്ക് സ്വാഭാവികം തന്നെയാണ്. സുജിനെ സംബന്ധിച്ചിടത്തോളം സുജിൻ്റെ ജീവിതത്തിൽ ക്ലൈമാക്സ് എപ്പിസോഡ് സഹോദരിയുടെ ആയിരുന്നില്ല. സുജിനും ഭാര്യയും തമ്മിൽ ചെറിയൊരു പിണക്കം, അതായത് അവർ പോലും പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ദിവസം അവരുടെ മൂഡ് വേരിയേഷൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നൊരു പിണക്കം. ആ പിണക്കം കുറച്ച് സീരിയസ് ആയി. ആ സീരിയസ് ആയിപ്പോൾ സുജിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പൈസ അവർക്ക് നേടിക്കൊടുക്കുകയും അതിനേക്കാൾ ഉപരി അവരെ വെട്ടിലാക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ സമയത്താണ് നിത അല്ലെങ്കിൽ സുജിൻ്റെ ഭാര്യ പൊന്നൂസ് സ്വന്തം വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത്, അതായത് ഭർത്താവുമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാഗ്വാദത്തിലും അതേ തുടർന്നുള്ള കയ്യാങ്കളിയോ എന്താണെന്നറിയില്ല, അവർ തമ്മിലുള്ള പെട്ടെന്നുള്ള ആ ഒരു അകൽച്ച സ്വാഭാവികമായിട്ട് ഭാര്യയുടെ ഉള്ളിൽ ഒരുപാട് വാശി ജ്വലിപ്പിക്കും അല്ലേ. ഭർത്താവില്ലെങ്കിലും ഞാൻ നിലനിന്ന് ജീവിക്കും. പെട്ടെന്ന് അവരെന്താ വിചാരിച്ചിട്ടുണ്ടാവുക, ഇങ്ങനെ ഒരു പിണക്കം ഇത് ശാശ്വതമായിട്ട് നിൽക്കും, ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കും, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കും, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ആ താൽക്കാലികമായിട്ട് എല്ലാ ഭാര്യമാരുടെയും മനസ്സിൽ വന്ന വാശിയുടെ ഭാഗമായിട്ട് പൊന്നു ഒരു ഓൺലൈൻ കോഴ്സിന് ചേരുകയാണ്. ഓൺലൈൻ കോഴ്സല്ല, അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ അടുത്തുള്ള തൃശ്ശൂരുള്ള അവരുടെ വീടിൻ്റെ അടുത്തുള്ള കാനാണി എന്നുള്ള സ്ഥലത്തുള്ള ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അതല്ലെങ്കിൽ മോണ്ടിസോറി നഴ്സറി ടീച്ചറുടെ ഡിപ്ലോമ കോഴ്സാണ്. അതും വളരെ കുറവ് സമയമുള്ളൂ. വെറും 3 മാസം തൊട്ട് 6 മാസം വരെയൊക്കെയാണ് ഈ ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ മെയിനായിട്ട് വൊക്കേഷണൽ കോഴ്സുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇവരുടെ മെയിൻ. അപ്പോൾ ഈ വൊക്കേഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനായിട്ട് ഒരു 3 മാസത്തെ ഈ ക്യാപ്സ്യൂൾ പരവം എല്ലാം അവരെന്നെ തരും. നോട്ടുകളും അവരെന്നെ തരും. നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ബാധ്യത പോലും ഇല്ല. പ്രോജക്റ്റുകൾ എഴുതാനുള്ള സമയം തരും. അതൊക്കെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. ഈ 3 മാസത്തെ ഈ ഓൺലൈൻ കോഴ്സിൽ എന്തുമാത്രം വിവരമാണ് കിട്ടാമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലേ. അപ്പോൾ അന്നത്തെ ആ ഒരു വാശിയിൽ അവരങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സിന് ചെയ്തിരുന്നു. ആ കോഴ്സിൻ്റെ ഒരു കോൺവക്കേഷൻ സെറിമണി ഈയിടെയായിട്ട് അവർ ആഘോഷിക്കേണ്ടായി. അപ്പോൾ എല്ലാം ഒരു കോണ്ടന്റ് ആക്കുന്ന ഫാമിലി ചാനലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പിറന്നാൾ വന്നാൽ വലിയൊരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ കോൺവൊക്കേഷൻ സെറിമണി, സത്യം പറഞ്ഞാൽ ഈ ഒരു 3 മാസത്തെ കോഴ്സിൻ്റെ കോൺവൊക്കേഷൻ സെറിമണി കണ്ടപ്പോൾ നമ്മൾ പറയാറില്ല, ഈ എലിപ്പെട്ടിക്ക് ഗോദ്രേജിൻ്റെ പൂട്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തൊരു ആർഭാടമായിട്ടുള്ള ഒരു കോൺവൊക്കേഷൻ സെറിമണിയാണ്. നമ്മളൊക്കെ ഒരു 3 വർഷത്തെ ഡിഗ്രിയും അല്ലെങ്കിൽ 2 വർഷത്തെ PG ഒക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ റെഫറൻസ് ബുക്കുകൾ തേടി പോവുകയും റെഫറൻസ് ചെയ്യും. ഈ 2 വർഷം നമ്മളുടെ തല പോയിക്കുന്നു, 3 വർഷത്തെ ഡിഗ്രിക്ക് നമ്മളുടെ തല പോയിക്കുന്നു. അന്നൊന്നും പറയത്തക്ക കോൺവൊക്കേഷൻ സെറിമണി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, ഒരു MAയുടെ സർട്ടിഫിക്കറ്റ് പോയി കളക്ട് ചെയ്യുക, പേഴ്സണലായിട്ട് പോയിട്ട് കളക്ട് ചെയ്ത് ഒപ്പിട്ട് വാങ്ങുന്ന ഒരുപാട് സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു ഞാൻ ഉൾപ്പെടെ. എന്നാൽ പോലും ഇപ്പോൾ ഈ 3 മാസത്തെ ഈ നിസ്സാരമായിട്ടുള്ള കോഴ്സ്, ഈ ഭാരത് സേവക് സമാജിൻ്റെ കോഴ്സ്, നമ്മളുടെ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പറഞ്ഞാൽ NTT എന്നൊക്കെ പറഞ്ഞ ഡിപ്ലോമ കോഴ്സ് വരെ ഏകദേശം 1 വർഷം ഉണ്ട് എന്നാണ് എൻ്റെ ചെറിയൊരു അറിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 മാസത്തെ ക്യാപ്സ്യൂൾ പരവുമായിട്ടുള്ള കോഴ്സ് വലിയൊരു കോൺവൊക്കേഷൻ സെറിമണിയാണ്. ഒരു നമ്മൾ പറഞ്ഞില്ലേ, അതിമനോഹരമായിട്ടുള്ള ഒരു ഹാറ്റും സർട്ടിഫിക്കറ്റും എല്ലാം കൂടിയിട്ട് സന്തോഷിച്ച് നിൽക്കുന്ന പൊന്നുവിൻ്റെ ചിത്രം, അത് അവരുടെ ഒരു സന്തോഷമാണ്. അവരുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിൽ അവർ ആഘോഷിക്കുന്ന കാര്യമാണ്. അതൊന്നും തെറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഏജിൽ അവർ കാമുകനോടൊപ്പം അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം പോവുകയും അവരുടെ പറ്റിയിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകൾ മാതാപിതാക്കൾക്ക് തെറ്റിയും. അപ്പോൾ അതൊക്കെ തിരിച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ വിജയിച്ചു എന്ന് കാണിക്കാനുള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണെങ്കിലും BSS എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ഒരു ജോലി സ്ഥലത്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് യാതൊരു വക അംഗീകാരവും കിട്ടാറില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇങ്ങനെയുള്ള ആധികാരികതയില്ലാത്ത കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് കയറിയതിന് ശേഷം മാത്രം നമ്മൾ
സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ ഫോളോവേഴ്സിനോട് കൂടുതൽ കാര്യങ്ങൾ തള്ളുകയായിരിക്കും നല്ലത്. അതിനേക്കാൾ മുമ്പ് തന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലിക്ക് കയറിയതാണ്. ഞാൻ എൻ്റെ സ്കൂളിൽ എൻ്റെ കുട്ടിയുടെ സ്കൂളിൽ ഓഫർ ഉണ്ടായിട്ട് ഞാനിപ്പോൾ കയറാതിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഇത് വിശ്വസിക്കും. ഇങ്ങനെയുള്ള കോഴ്സിന് നല്ല ഫീസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ കോൺവോക്കേഷൻ സെറിമണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത്രമാത്രം അവർ പോഷായിട്ടുള്ള ഒരു ചടങ്ങാണ് അവിടെ നടത്തുന്നത്. ഏകദേശം ഒരു വക്കീലിൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെയോ ഒക്കെ ഒരു ഡിഗ്രി കൊടുക്കണം അതേ ഒരു സ്റ്റേജ് പെർഫോമൻസ് തന്നെയാണ് അവിടെ കാണുന്നത്. സ്റ്റേജ് ആംബിയൻസ് ആണ് അവിടെ കാണുന്നത്. പക്ഷേ ഇത് കൊണ്ടു കൊടുക്കുന്നത് സാരി എടുത്ത കുറച്ച് സ്ത്രീകളെ എന്തോ ഒരു പൊതി കൊണ്ടു കൊടുക്കണ പോലെയാണ് കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് അതിന് ഇനി ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഹാറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം. അതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം. ഇത്രമാത്രം ആളുകളടിയിൽ ഇതിൻ്റെ കോഴ്സിന് യാതൊരു വക വാല്യൂ ഇല്ല, ഇവിടെ എവിടെയും ജോലി കിട്ടാനില്ല ഈ ഒരു ഇത് കൊണ്ടുപോയാൽ എന്ന് ഉറക്കം മുറവിളി കൂട്ടുമ്പോൾ അല്ല ഇത് ഇങ്ങനെയാണ് എന്ന് യാതൊരു വക ചിന്തയില്ലാതെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് തള്ളുമ്പോൾ അവർ ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം അവർ ഒരുപാട് പേരെ കൂടി ഈ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവരൊരു ജോലി കിട്ടിയിട്ട് അവരൊരു സ്കൂളിൽ കയറിയിട്ടാണ് ഞാൻ എന്താ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിക്ക് കയറി എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെ ആധികാരികത വ്യക്തമാവാനായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കൂടുതൽ അംഗീകാരം ഇപ്പോൾ ആരോടുള്ള വാശിക്കായാലും നമ്മളെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു പ്രത്യേക സമയത്ത് നമ്മൾക്ക് തോന്നിയ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരു വാശിയുടെ പുറത്ത് നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പൊന്നുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദാമ്പത്യത്തിലുണ്ടായ ചെറിയൊരു വിള്ളലിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അവർ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അത് ഒരു തമാശ രൂപേണ ഒരു ഓൺലൈൻ കോഴ്സ് 3 മാസത്തെ കോഴ്സ് ഓൺലൈനായിട്ടായാലും അറ്റൻഡ് ചെയ്യാം. അത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓഫ്ലൈൻ കോഴ്സല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തൃശ്ശൂർ അവരുടെ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. പിണക്കം മാറി തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതിൻ്റെ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നു, വലിയൊരു സ്ട്രഗിളൊന്നും ഇല്ലാതെ നമുക്കറിയാം. അവർ ആ വീഡിയോയിൽ 24 മണിക്കൂറും അവർ ഭർത്താവിൻ്റെ കൂടെ വീഡിയോയിൽ സദാ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത്രമാത്രം സ്ട്രഗിളോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്തിട്ടോ ഒന്നുമല്ല ആ കോഴ്സ് ചെയ്തിട്ടുള്ളത്. ഇതൊരു റെഡിമെയ്ഡ് ക്യാപ്സ്യൂൾ പോലെ എല്ലാം റെഡിയാക്കി അവിടെ നിന്ന് തന്നെ പ്രോജക്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി സർട്ടിഫിക്കറ്റ് അടക്കം ആ കോൺവൊക്കേഷൻ സെറിമണി കണ്ടാൽ മനസ്സിലാവാമല്ലോ നമുക്ക്. കാരണം അവരുടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഫീസിൻ്റെ അളവ് ആ കോൺവൊക്കേഷൻ സെറിമണിയിൽ നമ്മൾ മനസ്സിലാക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു MAയുടെയും BAയുടെയും സർട്ടിഫിക്കറ്റ് നേരെ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് നമ്മൾ ഒപ്പിട്ട് വാങ്ങുന്ന പോലെയൊന്നുമല്ല ഇത് വലിയൊരു സെറിമണി ആയിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാമ്പത്തിക ബാഹുല്യം ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബോർഡുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മുമ്പ് ഇങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെട്ട നമ്മളുടെ മുമ്പിൽ ലൈസൻസ് ഇല്ലാതെ ഇതിനൊന്നും ഒരു ആധികാരികത ഇല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയ ഒരു അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇവരിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് നാളെ പൈസ കെട്ടി ഉടനെ ആ സ്ഥാപനത്തിലേക്ക് പോകും. തൃശ്ശൂരുള്ളവരാണെങ്കിൽ കാഞ്ഞാണി ഒരുമപ്പെട്ടി പോയി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഓൺലൈൻ കോഴ്സിന് ചേരാൻ 3 മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്ത് ഉപയോഗം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ നിന്ന് സംസാരിക്കുന്ന ഗ്രൗണ്ട് കൃത്യമായിട്ട് പരിശോധിക്കാതെ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവരെ പോലെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള താരം സംസാരിക്കുമ്പോൾ അതിനെ കണ്ണടച്ച് വിശ്വസിച്ച് ഒരുപാട് പാവങ്ങൾ ഇപ്പോൾ പൈസ ഇല്ലാത്തവർ പോലും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കോഴ്സിൽ ചേരുമ്പോൾ അവരൊക്കെ പറ്റിക്കപ്പെടും എന്നുള്ളത് ചിന്തിക്കാതെ ഇങ്ങനെ തള്ളുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.